തെരഞ്ഞെടുപ്പിലെ ചിത്രം സമഗ്രമായി കൊണ്ടിരിക്കുകയാണ്. ഏതായാലും സൂക്ഷ്മ പത്രികകളുടെ പരിശോധന ഇന്നലെ പൂർത്തിയായി. ഇന്ന് നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയം കൂടി അവസാനിച്ചിരിക്കുകയാണ്. നിലവിൽ എത്ര പേർ പത്രിക പിൻവലിച്ചു, എത്ര പേർ ഡീൽ ഉറപ്പിച്ചു എന്നത് അടക്കം അറിയാൻ ഇനി കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടത്. ഏതായാലും 14 ജില്ലകളിൽ നിന്നുള്ള 140 മണ്ഡലങ്ങളിലെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. അതിൽ ഓരോരുത്തരായി വിവരങ്ങളുമായി ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തിരുവനന്തപുരത്ത് നിന്നും, കാസർഗോഡ് നിന്നും, അതോടൊപ്പം തന്നെ കുമ്പിച്ചാൽ കടവിൽ നിന്നടക്കം, ആലപ്പുഴയിൽ നിന്നടക്കമുള്ള വിവരങ്ങൾ നമ്മുടെ പ്രതിനിധികൾ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ സജീവമായി ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ബോധപൂർവം തന്നെ UDF കൊണ്ടുവന്ന ഡീൽ എന്ന് പറയുന്ന ആരോപണം, CPM BJP ഡീൽ എന്നത് ഇന്ന് പൊളിയുന്ന കാഴ്ചയാണ് കണ്ടത്. മുഖ്യമന്ത്രി കൃത്യമായി തന്നെ ചോദിക്കുന്നുണ്ട് VD സതീശനോട്. ഗോൾവാൾക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ താണുവണങ്ങി വിളക്ക് കൊളുത്തിയതിന് പിന്നിലെ ഡീൽ എന്തായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കണമെന്ന് മുഖ്യമന്ത്രി. 2001-ലെയും 2006-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VD സതീശൻ RSS പിന്തുണ അഭ്യർത്ഥിച്ചുവെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ വെളിപ്പെടുത്തിയിരുന്നു. ഈ വിഷയത്തിലും പ്രതിപക്ഷ നേതാവ് ഇതുവരെയും വ്യക്തമായ മറുപടി നൽകിയിട്ടില്ലെന്നും പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ആദ്യം RV ബാബുവിന്റെ ഇത് സംബന്ധിച്ച വെളിപ്പെടുത്തലിലേക്ക് വരാം. RSSുമായിട്ടുള്ള സതീശൻ്റെ ബന്ധം അത് പുറത്ത് പറയുക എന്നുള്ളതാണ്. അത് പുറത്ത് പറയുക എന്ന് പറഞ്ഞാൽ അത് പുതുതായിട്ട് പറയുന്ന കാര്യമൊന്നുമല്ല. സതീശൻ കഴിഞ്ഞ 1996 ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. 2001-ലും 2006-ലും തെരഞ്ഞെടുപ്പുകൾ നടന്ന സമയത്ത് സതീശൻ വിജയിച്ചപ്പോൾ സതീശൻ അവിടെയുള്ള RSS നേതാക്കന്മാരെയും, ഞാനിപ്പോൾ അത് ആരെ കണ്ടു എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അത് അത്തരം ആൾക്കാരൊന്നും അതിൻ്റെ ഈ പറയുന്ന വിവാദത്തിലേക്ക് വരാനും താല്പര്യമുള്ളവരുമില്ല. എറണാകുളത്തെ ഒരു പ്രമുഖ RSS നേതാവിനെ കണ്ട് സതീശൻ സഹായം അഭ്യർത്ഥിച്ചിരുന്നു എന്നുള്ളത് എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. അപ്പോൾ ആ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 1996 അദ്ദേഹം പരാജയപ്പെട്ടു പറവൂർ നിന്ന്. 2001 മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ ഒരു സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 2006-ലും അദ്ദേഹം ഈ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 2001-ലും 2006-ലും അദ്ദേഹം ഈ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന എറണാകുളത്തെ ഒരു പ്രമുഖ സംഘ നേതാവിനെ തന്നെയാണ് അദ്ദേഹം ഈ സഹായത്തിന് വേണ്ടി സമീപിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയാം. അത് സതീശൻ പ്രതികരിക്കാൻ ആത്മാർത്ഥമായിട്ട് സതീശന് പറ്റത്തില്ല. സതീശൻ പ്രതികരിക്കാത്തത് അത് വിവാദമാകും തോറും സതീശൻ കൂടുതൽ എക്സ്പോസ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. കൂടുതൽ എക്സ്പോസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സതീശൻ ആത്മാർത്ഥമായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാൻ സാധ്യമല്ല. അതുതന്നെയാണ് VD സതീശൻ കൂടുതൽ എക്സ്പോസ്ഡ് ആവുകയാണ്. അന്ന് ഈ വിളക്ക് കൊളുത്തൽ സംബന്ധിച്ച് RV ബാബു പറഞ്ഞ വാക്കുകൾ കൂടി കേട്ട ശേഷം ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. 2006 RSSന്റെ രണ്ടാമത്തെ സർസംഘചാലക് ഗുരുജി ഗോൾവൾക്കറിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് പറവൂർ മനക്കപ്പടി സ്കൂളിൽ വെച്ച് നടത്തിയ സംവാദത്തിൽ സതീശൻ പങ്കെടുത്ത ഫോട്ടോയാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഇന്ന് സതീശൻ ആ ഫോട്ടോ കണ്ടിട്ട് പറയുകയാണ്, എനിക്ക് ആ ഫോട്ടോ ഒരു ഓർമ്മയില്ലാട്ടോ എന്നാണ്. ഞാൻ അങ്ങനെ ഒരു പരിപാടിയിലും പങ്കെടുത്തിട്ടില്ല എന്നാണ്. ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്നു കൊണ്ട് പറയാൻ പാടില്ലാത്ത ഒരു പച്ചക്കള്ളം. ഞാൻ സതീശൻ അതിനു വേണ്ടി വെല്ലുവിളിക്കുക. സതീശൻ എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ന്യൂസ് ഡയറക്ടർ ശരത്ചന്ദ്രൻ കൂടി നമുക്ക് വിചാരിക്കുകയാണ്. ശരത്ചന്ദ്രൻ, ഒരുപക്ഷെ RV ബാബു പറഞ്ഞു നിർത്തിയെടുത്ത് തന്നെ തുടങ്ങാം. ഓർമ്മകൾ ഉണ്ടായിരിക്കണം ആർക്ക്? VD സതീശനും കേരളത്തിലെ ജനതയ്ക്കും. എന്താണ് RV ബാബു ചോദിച്ചത്? RV ബാബു പറഞ്ഞത് അന്ന് 2001-ലും 2006-ലും സതീശൻ RSSന്റെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു. 2006-ലെ ആ ഡീൽ എന്തായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി അല്പം മുമ്പ് ഫേസ്ബുക്കിലൂടെ ചോദിക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ അറിയേണ്ടത് അന്ന് VD സതീശൻ ചർച്ച നടത്തിയ RSSന്റെ ആ പ്രമുഖ നേതാവ് ആരാണ്? എന്തായിരുന്നു ഡീൽ? എത്ര വോട്ടിനായിരുന്നു കച്ചവടം? വളരെ കൃത്യമായി തന്നെ ചോദ്യങ്ങൾ മുഖ്യമന്ത്രി ചോദിച്ചു. RV ബാബുവിന്റെ വാക്കുകളിലൂടെ അത് വ്യക്തമാവുകയും ചെയ്തിരുന്നു. ഏതായാലും കോൺഗ്രസ് ഉയർത്തിയ ഡീൽ, UDF ഉയർത്തിയ ഡീൽ ആരോപണം അവരെ തന്നെ തിരിഞ്ഞുകൊത്തുകയാണ്. അത് ഇപ്പോൾ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ഈ ഡീൽ, BJP ഡീൽ എന്നുള്ള ഒരു വിഷയത്തെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയമായി വെട്ടിലായിരിക്കുകയാണ് VD സതീശനും കോൺഗ്രസും, അതുവഴി UDFും എന്നുള്ളതാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അതിശക്തമായ രാഷ്ട്രീയ വിമർശനങ്ങളടങ്ങിയ ചില ചോദ്യങ്ങളടങ്ങിയ പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ വന്നത്. അതിനുള്ളിലാണ് 2006 ഈ പറഞ്ഞതുപോലെ
പറവൂർ നിയമസഭാ മണ്ഡലത്തിലെ മനക്കപ്പടി സ്കൂളിൽ 2006 എന്ന് പറയുമ്പോൾ അദ്ദേഹം വിജയിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നേരത്തെ RV ബാബു എന്ന ഹിന്ദു ഐക്യവേദിയുടെ അക്കാലത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ 96 പരാജയപ്പെട്ട ശേഷം 2001 2006 പറവൂരിൽ വിജയിക്കുവാനായി RSSന്റെ സഹായം തേടിയിരുന്നു. വളരെ പ്രധാനപ്പെട്ട നേതാക്കളുമായി സംസാരിച്ചിരുന്നു. ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളോട് VD സതീശൻ സഹായം അഭ്യർത്ഥിച്ച് സംസാരിച്ചതൊക്കെ അറിയാം. അത് അല്ലെങ്കിൽ സതീശൻ നിയമപരമായി നീങ്ങട്ടെ RV ബാബുവിനെതിരെ എന്ന് അദ്ദേഹം പറയുകയാണ്. ഇത് 2022 അപ്പോൾ 2006 ആ പരിപാടിയെക്കുറിച്ച് ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദിയുമായി ബന്ധപ്പെട്ട് മനക്കപ്പടി സ്കൂളിൽ നടന്ന പരിപാടിയിൽ സ്ഥലം MLA ആയ സതീശൻ പങ്കെടുത്തു. അവിടെയാണ് ഗുരുജി ഗോൾവാൾക്കർ എന്ന നിലയിൽ RSSകാർ ആദരിക്കുന്ന അവരുടെ ആചാര്യൻ്റെ ചിത്രത്തിന് മുൻപിൽ താണു വണങ്ങി നിന്ന് നിലവിളക്ക് കൊളുത്തിയത്. അതുപോലെ തന്നെ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രവും അവിടെ ഉണ്ടായിരുന്നു. ആ ചിത്രങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നൊരു സാഹചര്യമാണ്. ഇതടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇങ്ങനെ പ്രവർത്തിച്ചൊരു നേതാവ് കേരളത്തിൽ എത്ര അവാസ്തവമായി വലിയൊരു നുണ BJP ഡീൽ എന്ന നിലയിൽ CPIMന് നേരെ ആരോപിക്കാൻ നമുക്കറിയാം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ കാലത്ത് ഏറ്റവും തെറ്റായ വലിയ പ്രചാരണങ്ങൾ വീടുവീടാന്തരം മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ നടത്തിയ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അത് ആവർത്തിക്കാനുള്ള ഒരു ശ്രമമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. അത്തരം കളവായ വാസ്തവ വിരുദ്ധമായ ഒരു പ്രചാരണം മുന്നോട്ട് വെച്ചപ്പോഴാണ്, അത് തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതി വന്നപ്പോഴാണ് ഇതിൻ്റെ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കുന്നത്, മുഖ്യമന്ത്രി തന്നെ ചോദിക്കുന്നത് എന്നതുകൂടി കാണണം. അങ്ങനെയാണ് മുഖ്യമന്ത്രി ആ FB പേജിൽ, അദ്ദേഹത്തിൻ്റെ പേജിൽ ഈ കാര്യങ്ങൾ ചോദിച്ചത്. അങ്ങനെ ചോദിച്ചപ്പോഴാണ് നമ്മൾ അക്കാലത്ത് 2022 അന്ന് ഹിന്ദു ഐക്യവേദിയുടെ അധ്യക്ഷൻ വാർത്താസമ്മേളനം നടത്തി വളരെ ഗുരുതരമായ ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവായ VD സതീശനെതിരെ ഉന്നയിച്ചിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടെടുത്തത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ വാർത്തയുടെ മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഈ ചോദ്യങ്ങൾക്ക് പിന്നാലെ RV ബാബു വളരെ സ്പഷ്ടമായി തന്നെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് മുമ്പാകെ വെച്ചിട്ടുള്ളത്. അതായത് 2006 പറവൂരിൽ RSS നടത്തിയ ഗോൾവാൾക്കർ ജന്മശതാബ്ദി ആഘോഷ ചടങ്ങിൽ ഉദ്ഘാടകനായി പങ്കെടുത്തു. ഇന്നേ വരെ അതേക്കുറിച്ച് ശരിയായി വിശദീകരിക്കാൻ അവിടെ പോയെന്നോ അവിടെ പോയി കാര്യങ്ങൾ ചെയ്തുവെന്നോ സമ്മതിക്കാനോ അദ്ദേഹം തയ്യാറായിട്ടില്ല, VD സതീശൻ തയ്യാറായിട്ടില്ല. പക്ഷേ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് പോലെ തന്നെ പകരം അദ്ദേഹം 2013 മറ്റൊരു പരിപാടിയെക്കുറിച്ച് പറയും. അത് ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ പുസ്തക പ്രകാശന പരിപാടിയായിരുന്നു. അത് തിരുവനന്തപുരത്ത് നടന്നിരുന്നു, തൃശ്ശൂരിൽ നടന്നിരുന്നു. അവിടെ VSഉം പങ്കെടുത്തിരുന്നു, ഒരു പരിപാടിയിൽ VS പങ്കെടുത്തിരുന്നു എന്നത് ചൂണ്ടിക്കാട്ടി വിശദീകരിക്കാനാണ് പ്രതിപക്ഷ നേതാവ് എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളത്. ഓർക്കുക, അതൊരു പുസ്തക പ്രകാശന ചടങ്ങായിരുന്നു. ഇത് അങ്ങനെയല്ല. അതിന് വർഷങ്ങൾക്ക് മുമ്പ് 2006 അദ്ദേഹത്തിൻ്റെ നിയമസഭാ മണ്ഡലത്തിൽ RSS സംഘടിപ്പിച്ച അല്ലെങ്കിൽ RSS ആചാര്യനായിട്ടുള്ള ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി ആഘോഷ ചടങ്ങ്, അതിൻ്റെ താല്പര്യം ആർക്കാണ് എന്നുള്ളത് വ്യക്തമാണല്ലോ. അങ്ങനെ ഒരു ജന്മശതാബ്ദി ആഘോഷം സംഘടിപ്പിക്കുക ആരാണ്? ആ പരിപാടിയിൽ പോയാണ് VD സതീശൻ പങ്കെടുത്ത് താൻ അവരുമായി താതാത്മ്യപ്പെട്ടത് അല്ലെങ്കിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത്. അതിനെ ശരിവെക്കും വിധത്തിൽ എന്തുകൊണ്ട് സതീശൻ പോയി? 2006 തെരഞ്ഞെടുപ്പിൽ അവിടെ വിജയിക്കുന്നതിന് RSSൻ്റെ സഹായം തേടിയിരുന്നു. 2001 അവിടെ വിജയിക്കുന്നതിന് RSSൻ്റെ സഹായം തേടിയിരുന്നു. 96 തോൽവിയിൽ നിന്നാണ് VD സതീശന് ഇങ്ങനെ ഒരു RSS സഹായം തേടാൻ നിർബന്ധിതനായത് എന്ന് ഹിന്ദു ഐക്യവേദി തന്നെ, അതിൻ്റെ അന്നത്തെ അധ്യക്ഷൻ തന്നെ 2022 വെളിപ്പെടുത്തി. അതിനെതിരെ നിയമ നടപടി നീങ്ങിയിട്ടില്ല എന്നുകൂടി മനസ്സിലാക്കുന്നു. ഇപ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടി വന്നതുകൂടി പറയേണ്ടി വരുന്നുണ്ട്. ഇന്ന് കൊച്ചിയിൽ സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ പറഞ്ഞാണ് 90 ഡിഗ്രിയിലാണ് മുഖ്യമന്ത്രി മോദിക്ക് മുന്നിൽ വളങ്ങി നിൽക്കുന്നതെന്നാണ്. പക്ഷേ ഈ ചിത്രങ്ങൾ പുറത്തുവിടുമ്പോൾ ആരാണ് 90 ഡിഗ്രിയിൽ വളഞ്ഞതെന്നും ഓരോ കാലഘട്ടങ്ങളിൽ സതീശനെടുത്ത നിലപാടുകളെക്കുറിച്ച് മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശിയത്, ഒപ്പം തന്നെ സമുദായ നേതാക്കളുടെ തിണ്ണം നിറങ്ങിയത് അടക്കമുള്ള കാര്യങ്ങൾ കേരള ജനതയുടെ മനസ്സിലേക്ക് ഓടി വരികയാണ്. ഒരുപക്ഷെ മുഖ്യമന്ത്രി കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നടത്തിയ ചരിത്രത്തെ ചില ഓർമ്മപ്പെടുത്തലുകളുണ്ട്. ആരാണ് ഡീൽ? 1960, 1971, 1991, ഏറ്റവും ഒടുവിൽ 2006, ഇനി 2026 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏതൊക്കെയാണ് ഡീൽ? ഒരുപക്ഷെ നമുക്കറിയാം, ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന സമയം കൂടി പൂർത്തിയായിരിക്കുകയാണ്. എത്ര പേരാണ് പിൻവലിച്ചിരിക്കുന്നത്? ഡീൽ കൃത്യമായ ചില വിവരങ്ങൾ കൂടി പുറത്തു വരും. ഒരുപക്ഷെ RV ബാബുവിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി പറയണേ, എക്സ്പോസ്ഡ് ആയ സതീശൻ തന്നെയാണ് എക്സ്പോസ്ഡ് ആയിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും എല്ലാ മതരാഷ്ട്രവാദികളോടും എല്ലാ തീവ്രവാദികളോടെയും വോട്ട് വാങ്ങുകയും അവരോട് സന്ധിക്കുകയും ചെയ്യുന്ന ആ സാഹചര്യം കൂടി ഒന്ന് പരാമർശിച്ചു പോകാം. ശരത്ത്,
അതെ, ഇപ്പോൾ സിജു പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രീയമായി ഇക്കാര്യങ്ങൾ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളോട് വിശദീകരിക്കുന്നതിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം അത് വളരെ വ്യക്തമായി കാണേണ്ടത് കൂടിയാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അവരുടെ അണികളെ കൂടുതൽ ആവേശഭരിതമാക്കാൻ വിധത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ ഏറ്റവും മോശപ്പെട്ട ഒരു പ്രചാരണം നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ സംഘ് പരിവാറിന് മുമ്പിൽ താണു വണങ്ങുന്നതാരാണ്, അവരുടെ പ്രത്യയശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്നത് ആരാണ് എന്നത് കുറെ കൂടി സമൂഹത്തിനും ജനങ്ങൾക്കും ബോധ്യപ്പെടും വിധത്തിലേക്ക് ആ യാഥാർത്ഥ്യങ്ങളെ മുഖ്യമന്ത്രി ഇന്ന് അവതരിപ്പിക്കുകയായിരുന്നു. അത് വി ഡി സതീശൻ്റെ പോലത്തെ പരാമർശങ്ങളിലൂടെ ആയിരുന്നില്ല. വളരെ വസ്തുതാപരമായി തീയതി കാട്ടി പറവൂരിൽ അദ്ദേഹം ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ പോസ്റ്റിൽ ഇക്കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തത്. അത് വി ഡി സതീശൻ എന്ന നേതാവിന് ഒരിക്കലും നിരാകരിക്കാനാവാത്ത, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പൊതുജീവിതത്തിൽ ഒരു കാലത്തും മരണം വരെ അദ്ദേഹത്തിന് നിരാകരിക്കാൻ കഴിയാത്ത ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള വി ഡി സതീശനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ രാഷ്ട്രീയമായി ആക്ഷേപിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത്. അതിലെ പൊള്ളത്തരം തുറന്നു കാട്ടാൻ, രാഷ്ട്രീയമായ കാപട്യം തുറന്നു കാട്ടാനുള്ള മുഖ്യമന്ത്രിയുടെ വളരെ ശക്തമായ പരിശ്രമം അത് കുറിക്കുകൊള്ളും വിധത്തിലേക്ക്, ചെന്നുകൊള്ളും വിധത്തിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ ഈ നേതാക്കളിൽ ഇവരുടെ ഡീല്, ഇവരുടെ BJP താല്പര്യം, സംഘ് പരിവാർ താല്പര്യം, RSSുമായുള്ള അടുപ്പം കാലാകാലങ്ങളിൽ ഓരോ ഘട്ടത്തിലും എങ്ങനെയൊക്കെയാണ് എന്ന് ഇനിയൊരു തെളിവും ആവശ്യമില്ലാത്ത വിധം വെളിപ്പെടുന്നു. അതും ഓർക്കുക, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലയളവിലാണ് എന്നതുകൂടി വളരെ പ്രധാനമാണ്. മതന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും വിധത്തിലേക്ക് കേരളത്തിൽ ഈ സംഘപരിവാറിൻ്റെ വർഗീയ വിദ്വേഷ പ്രചാരണം അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വം അതിനെ പ്രതിരോധിച്ച് നിൽക്കുന്ന ഇടതുപക്ഷത്തെ കൂടുതൽ മതന്യൂനപക്ഷങ്ങളിൽ നിന്ന് അകറ്റും വിധത്തിലേക്കുള്ള കളവായ പ്രചാരണം നടത്തുന്ന ഘട്ടത്തിലാണ് BJP ഡീൽ എന്നൊരു പ്രയോഗം കൊണ്ടുവരാൻ പലപ്പോഴും ഈ കാലയളവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ശരിയായ യാഥാർത്ഥ്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇപ്പോൾ തുറന്നു കാട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. മറ്റൊന്നുകൂടിയുണ്ട്. ഇപ്പോൾ നോക്കൂ, ഇന്നലെ മല്ലികാർജ്ജുൻ ഖാർഗെ കോഴിക്കോട് എത്തിയിരുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനാകുമ്പോൾ തന്നെ അദ്ദേഹം ഇന്ത്യ മുന്നണിയുടെ ആ കോർ കമ്മിറ്റിയെ, എല്ലാ കക്ഷികളെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുന്ന ആ കമ്മിറ്റിയെ നയിക്കുന്നയാളാണ്. ആ കോർ കമ്മിറ്റിയെ നയിക്കുന്ന മല്ലികാർജ്ജുൻ ഖാർഗെ യഥാർത്ഥത്തിൽ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്, ആ പ്രതിപക്ഷ മുന്നണിയുടെ രാഷ്ട്രീയത്തിന് യോജിക്കും വിധത്തിലാണോ CPIM നയിക്കുന്ന ഇടതുപക്ഷത്തെക്കുറിച്ച്, അവരുടെ മതനിരപേക്ഷ നിലപാടുകളെക്കുറിച്ചൊരു നിലപാട് സ്വീകരിച്ചത്? കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പോലെയുള്ള CJP, കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന നിലയിൽ അവരിവിടെ രൂപപ്പെടുത്തുന്ന, മുമ്പ് പറഞ്ഞ ഏറ്റവും തെറ്റായ ഒരു രാഷ്ട്രീയ പ്രചാരണത്തിൻ്റെ പദപ്രയോഗം എടുത്ത് ഉപയോഗിക്കാനാണ് അവിടെ ഖാർഗെ ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ജനതാ പാർട്ടിയാണ് എന്നുള്ള വലിയ രാഷ്ട്രീയ യാഥാർത്ഥ്യം രാജ്യമാകെ നിൽക്കുകയല്ല. ഇപ്പോൾ തൊട്ട് മുമ്പ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 3 സംസ്ഥാനങ്ങളിൽ, ബീഹാറിൽ, ഒഡീഷയിൽ, അതുപോലെ ഹരിയാനയിൽ കോൺഗ്രസ് MLA മാർ ചെയ്തതെന്താണ്? അവർ വോട്ട് അസാധുവാക്കി BJPക്കാരെ രാജ്യസഭാംഗമാക്കാൻ. 11 കോൺഗ്രസ് MLA മാർ വോട്ട് BJPക്ക് മറിച്ചു കൊടുത്തു. അവിടെ ഈ 3 സംസ്ഥാനങ്ങളിൽ, ബീഹാറിലും അതുപോലെ ഒഡീഷയിലും ഇടതുപക്ഷ MLA മാരുണ്ട്. അവർ 4 പേരായിരുന്നു. ഈ 4 ആളുകളും ആ സംസ്ഥാനങ്ങളിൽ BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി അവരുടെ വോട്ട് വിനിയോഗിച്ചപ്പോഴാണ് 3 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സുകാർ അവരുടെ വോട്ടുകൾ മറിച്ചു കൊടുത്തും അസാധുവാക്കിയും രാജ്യസഭയിലേക്ക് BJPക്കാരെ കൂടുതലായി അയക്കുന്ന ഒരു രാഷ്ട്രീയ നില സ്വീകരിച്ചത്. കേരളത്തിലേക്ക് വന്ന് നോക്കൂ, സിജു നേരത്തെ പറഞ്ഞതുപോലെ BJP 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ ജയസാധ്യത നിൽക്കുന്ന മണ്ഡലങ്ങൾ, ഇവിടെ യഥാർത്ഥത്തിൽ ആരാണ് BJP പ്രതിരോധിക്കുന്നത്? നേമത്തേക്ക് നോക്കിയാലും, വട്ടിയൂർക്കാവിലേക്ക് നോക്കിയാലും, അതുപോലെ കഴക്കൂട്ടത്തേക്ക് നോക്കിയാലും അതാണ്. പാലക്കാട്ടെ സ്ഥിതി നോക്കൂ. പാലക്കാട്ട് ഷാഫി വടകരയിലേക്ക് പോയപ്പോൾ പകരം വന്നയാൾ ഉണ്ടാക്കിയ രാഷ്ട്രീയാപജയത്തിൻ്റെ വലിയ വെല്ലുവിളി ഇപ്പോൾ പാലക്കാട്ട് കോൺഗ്രസ് നേരിടുകയാണ്. അവിടെ ശരിയായ വിധത്തിൽ മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഇത്തവണ ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിലേക്ക് വന്നു ചേരും വിധം കോൺഗ്രസ് കൊണ്ടുവന്ന സ്ഥാനാർത്ഥിക്ക് യഥാർത്ഥത്തിൽ ആ വെല്ലുവിളിയെ നേരിടാൻ പോലും കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം വോട്ടർമാർക്കിടയിൽ ചർച്ച ചെയ്യുന്നൊരു കാലത്താണ് കോൺഗ്രസ് ഇങ്ങനെ ഇടതുപക്ഷത്തിന് നേരെ ഒരു BJP ഡീൽ എന്ന ആക്ഷേപവും ആരോപണവും നടത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ അതിനെ വസ്തുതകൾ നിരത്തി വിശദീകരിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. നിന്നുള്ള വിവരങ്ങൾ നൽകിയത് വളരെ കൃത്യമായി തന്നെയാണ്. എങ്ങനെയാണ് ഡീൽ എന്ന് പറയുന്ന ആരോപണം കോൺഗ്രസ് കൊണ്ടുവന്നത്, ആ ആരോപണം അവരെ തന്നെ തിരിഞ്ഞുകുത്തുന്നതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ വിശദാംശങ്ങൾ ശരത്ചന്ദ്രൻ നൽകിയത്. ഒരുപക്ഷെ ഇവിടെ കേരളത്തിൽ മാത്രമല്ല, ഡീൽ ഏറ്റവും ഒടുവിൽ അസമിൽ കണ്ടതാണ്. നേരത്തെ തന്നെ രാജസ്ഥാനിൽ KC വേണുഗോപാൽ രാജ്യസഭാ MP സ്ഥാനം രാജിവെച്ചുകൊണ്ട് നടത്തിയ ഡീൽ കണ്ടതാണ്. 1935 മുതലുള്ള ഡീലുകൾ RSSുമായി ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാ കാലത്തും ഡീൽ ഉറപ്പിച്ച കോൺഗ്രസ് ആണ് ഇവിടെ കേരളത്തിൽ വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതായത് എല്ലാ കാലത്തും ഒരു ഡീലും നോ ഡീൽ, വർഗീയതയോട്, തീവ്രവാദികളോട് നോ ഡീൽ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഡീൽ ആരോപണമായി വരുന്നത്. ഏതായാലും അത് അമ്പയെ പൊളിഞ്ഞെടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത്.